ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ മറ്റേ വ്ളോഗിൽ പറഞ്ഞ പോലെ നമ്മൾ ഫ്ലവർ ഡോമിൽ പോയിട്ട് നേരെ പോയിട്ട് ക്ലൗഡ് ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. ക്ലൗഡ് ഫോറസ്റ്റിലേക്കാണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ട് ക്ലൗഡ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് നമ്മുടെ ഡിനോസർ കുട്ടന്മാരെയാണ്. 2 ഡിനോസർ കുട്ടന്മാരുണ്ട്. എൻ്റെ മുകളിൽ അടിപൊളിയായിട്ട് വാട്ടർഫോൾസും ഉണ്ട്. ഇത് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ മോനെ പോലീസാണ് ഡിനോസർ. ശരിക്കും ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോഴോ വീഡിയോ എടുക്കുമ്പോഴോ അവിടെ നിന്ന് നല്ലോണം നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കും. നല്ലൊരു തണുപ്പും നല്ലൊരു ഫീലും ഉണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോയിലും എടുത്തിട്ടുണ്ടായിരുന്നു. Okay, hang on. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മൾ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഒറിജിനാലിറ്റിയിലൊരു സാധനമാണ് നമ്മുടെ ഡിനോസർ കുട്ടൻ. നമ്മൾ ജുറാസിക് വേൾഡ് സിനിമയിൽ കണ്ട പോലുള്ള അതേ സാധനമാണ് ഇയാൾ കാണാനിപ്പം. ഒരു മാറ്റമില്ല, അതേപോലെ ഉണ്ട്. ജസ്റ്റ് ആ പല്ലെല്ലാം നോക്ക് നിങ്ങൾ എത്ര ഷാർപ്പായിട്ടുണ്ടെന്ന്. നടന്നു വരുമ്പോൾ കൂട്ടിൻ്റെ ഉള്ളിൽ ഒരാൾ നോക്കുമ്പോഴത്തേക്കുണ്ട് തലയും പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാവരെയും നോക്കുന്നു ചെക്കൻ.
ഇപ്പോൾ നമ്മൾ ഇപ്പോൾ താഴെ നമ്മൾ ദിനോസറിനൊക്കെ കണ്ടല്ലോ, അപ്പം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഞാനതിന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ സൗണ്ട് എത്രമാത്രം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല, കാരണം ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ട്. നോക്കുമ്പോൾ നമുക്ക് നമ്മൾ താഴെ വന്ന സ്ഥലങ്ങളും എല്ലാം കാണാൻ പറ്റും. കണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട സംഭവമാണ് ഡൈനോസർ. അപ്പോൾ അവിടെ കാണാൻ പറ്റും. ഇതിലെ നടക്കുമ്പോൾ കുറച്ചൊരു പേടിയുണ്ട്, കുറച്ച് ഹൈറ്റിലാണ് ഉള്ളത്. എന്നൊരു കുലിക്കല്ലുണ്ട് ഈ പാലത്തിന്, കുറച്ച് പേടിയാണ്. എന്നൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്നാ ഇവിടെ എന്തെല്ലോ പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നാണോ അല്ലേതാണോ എന്നറിയില്ല. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിനോസറിൻ്റെ മുട്ടകളാണ്. അപ്പോൾ സ്ക്രീനിൽ ഓരോ മുട്ട കാണുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് ഓഫ് കുഞ്ഞുങ്ങളാണ്, ഏത് ടൈപ്പ് ഓഫ് ഡിനോസറാണെന്ന് കാണിക്കുന്നത് അവർ. അതാണ് പക്ഷെ നല്ലൊരു ഇൻഫോർമേറ്റീവ് സംഭവമാണിത്. കാരണം നമുക്കറിയില്ലല്ലോ ഇപ്പോൾ ഏത് മുട്ടയിൽ ഏത് ടൈപ്പ് ഓഫ് കുഞ്ഞാണുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ തൊടുന്ന സമയത്ത് അതിൻ്റെ വിത്ത് പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പേര് ഞാൻ സൂം ചെയ്തിട്ടില്ല, കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട്
Heartbeat. Heartbeat of the dinosaur. This one I don't know. Same thing. Okay. നമ്മൾക്ക് നേരത്തെ കാണാൻ നമ്മൾ വാട്ടർഫാൾ കണ്ടില്ലേ, അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. കണ്ടോ, നമുക്ക് ഓരോ സ്ഥലത്തും അതിൻ്റെ ബോർഡുണ്ട്, നമ്മൾ എവിടെയാണ് പോകുന്നത്, എന്താ കാണാൻ പോകുന്നത്, അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു വേവ് പോലെ, ഇതെല്ലാം ശരിക്കും 3D ആണ്, ശരിക്കും ഇതിനകത്ത് വാട്ടറൊന്നും ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ വേവ് പോലെ വരും. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്നതാണെങ്കിൽ എല്ലാം 3D ഇമേജസ്, മൂവിങ് 3D വീഡിയോസാണ്. പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്, ശരിക്കുള്ള പോലെ തോന്നുള്ളൂ. 3D ആണെന്ന് പോലും തോന്നുള്ളൂ, അത്രയ്ക്ക് രസമുണ്ട്. നോക്കി ബട്ടർഫ്ലൈസ് ഇങ്ങനെ പൊങ്ങി വരുന്നത്, ശരിക്കും നമുക്കത് 3D ആണെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് രസമായിട്ടുണ്ട് ഈ സംഭവം. Jambaka പറഞ്ഞു. സമയത്ത് ഇവരുടെ ക്ലൗഡ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നോക്ക്, എല്ലാ സ്ഥലത്തും നിന്ന് സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്ലൗഡ് ഫോറസ്റ്റിൽ എന്തായാലും ക്ലൗഡ് വേണമല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഓണാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ആയെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവരിപ്പോൾ ജസ്റ്റ് ഓണാക്കിയതേ ഉള്ളൂ, അപ്പോൾ ഫുൾ സ്മോക്ക് ആയിട്ടില്ല. പിന്നെ നമ്മൾ പോയത് ക്ലൗഡ് ഫോറസ്റ്റ് തിയേറ്ററിലേക്കാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ തിയേറ്റർ പോലെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയൊരു സംഭവം ഉണ്ട്, ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ദിനോസറിൻ്റെ തലകളെ മാത്രം കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ നോക്ക്, അത് ശരിക്കും ഒറിജിനൽ പോലെ കണ്ണടക്കുന്ന, ശ്വാസം വിടുന്ന, ഭയങ്കര ഒറിജിനൽ പോലെ. അപ്പോൾ ഇവിടെ അങ്ങനെ 3 ആളുണ്ട് കേട്ടോ. പക്ഷെ അപ്പുറത്തെ റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് വേറൊരാളെയും കൂടി കാണിച്ചു തരാം. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. Steady, girl. Okay. Okay.
welcome everyone to Jurassic World. Welcome to our raptor enclosure. Really sorry you had to hear that commotion back there. I think you can tell by now that working with dinosaurs can be very unpredictable. But thankfully here at Jurassic World, we got some of the best dinosaur handlers, so you're in very safe hands, okay? As you make your way through our park, you're gonna meet 3 of the other raptors we have here in the previous group. Can anyone name me the 3 raptors you saw before? Charlie, Delta. Yes, sir. You had all the right answers. It was, yes, Charlie, Delta, and Echo. And it's, all right, without further ado then, everyone, we have Blue. Hey, stand up. Sorry, please don't flash on your phone. On your phone, your flash is on. Hey, eyes on me. It's okay, Blue. It's okay. It's okay, Blue. Eyes on me. All right. Everyone, please meet Blue. Blue is as sharp as she is fast, but don't worry because she's also very, very well trained. Let me just show you how well trained she is right now, okay? Blue, like we practice, eyes on me, eyes on me. All right, steady, Blue. As you can see, Blue is a highly intelligent animal, so she knows how to follow my hand as I move from side to side. Okay, steady, girl. Good job, Blue, good girl. Okay, now that you've all seen how well trained Blue is, I just need one brave volunteer to come on in and try what I just did with Blue. Okay, can you carry her while you do it? Yep, good, keep going. And stop. Now go to the left. Slowly. All right. And now put your hand down. Can we have a round of applause for our brave raptor trainers over here? Okay. Thank you so much. All right, now that we have Blue's attention, it's a perfect time for you to take your final photos or videos of Blue. So please feel free to do so. In the meantime, I'll just share a couple of fun facts about Blue so you get to know her better, all right? First of all, she's 20% larger than the other raptors you saw in the previous room. And she's got 84 razor sharp teeth in that mouth of hers. So when you take those photos, she's gonna be smiling for your cameras, all right? Snap your selfies, take your photos. All right, now that Blue secured the park and go back online, we thank you all for joining us here at Jurassic World. Hope to see you again very soon. I gotta go check on Blue. അപ്പോൾ ആ ഷോ അങ്ങനെ കഴിഞ്ഞു വന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെയും ഫുള്ള് ഗാർഡൻസും വാട്ടർഫോൾസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടായിരുന്നു, നല്ലൊരു തണുപ്പും നല്ലൊരു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു.
നമ്മൾ ജുറാസിക് വേൾഡ് ക്ലൗഡ് ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നമുക്ക് ആദ്യം കുട്ടികളോട് ചോദിക്കാം. How was the experience? Ichu, how was the experience? Excellent. Excellent. How was the Jurassic World? Excellent. You say Really something. fun. Really Nana. fun, eh? It was really, when we went near the waterfall, it was really cold. We got wet. And in the end, we saw movies. We saw like a dinosaur called Blue. He was trained really well. One person, right, he used his hands. The dinosaur's eyes caught it, and then wherever the hand. When the dinosaur was getting, when people saw the dinosaur got trained, okay, the person wanted to show how trained he was. So then he brought the one person, right? The one person had to put his hand and then say, "Eyes on me." Then the dinosaur would follow wherever the man goes. Like then, right? He used his hand, okay? So the dinosaur will have to follow the hand, okay, wherever it goes. The person started from the right to left. Everybody was impressed. The dinosaur, and at the end, everybody clapped. Yeah, very good. ഇച്ചുവിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടല്ലോ. ബാക്കിയുള്ളവർ വെരി ഷൈ ആണ്, അതുകൊണ്ട് അവർ പറയുന്നില്ല. എന്തെന്ന് ഇവരെല്ലാം പറയേണ്ടതല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ ടിക്കറ്റിൻ്റെ പൈസ ഒരാൾക്ക് $32 നമ്മൾ പേ ചെയ്തത്. ഫേസ്റ്റിലും വന്നു, ഫ്ലവർ ഡോമിലും വന്നു. ആ $32 കൊടുത്തത് അതിൽ ഓരോ ഡോളറും വെറുത്തായിരുന്നു ഈ ഉള്ളിൽ വന്നത്. നിങ്ങൾ എന്തായാലും വന്നിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ക്ലൗഡ് ഫോറസ്റ്റ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഭയങ്കര ഫുൾ സെറ്റപ്പ്. ശരിക്കും നമ്മൾ ഈ ടിക്കറ്റിൻ്റെ ഇതിനുള്ളിലേക്ക് വരുന്ന ടിക്കറ്റിൻ്റെ പൈസ $38 ആണ്. അപ്പോൾ നമ്മളൊരു ഏജൻറ്റ് വഴി വന്നതുകൊണ്ട് $32 ക്ലൗഡ് ഫോറസ്റ്റും കിട്ടി, പിന്നെ ഫ്ലവർ ഡോമും കിട്ടി. അപ്പോൾ അങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ ഇരിക്കുമ്പോൾ $38 കൊടുക്കും. ടിക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് ഗൂഗിളിൽ നോക്കി കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടോ? ദിനോസറിനെ ഇഷ്ടപ്പെട്ടോ? ആ, പിന്നെ ആരും ഇഷ്ടപ്പെട്ടത്? കുട്ടൂനാ? അമ്പൂനെ ഇഷ്ടപ്പെട്ടത്? കുട്ടൂനാ? പറയാ, അമ്പൂനെ ഇഷ്ടപ്പെട്ടത്? കുട്ടൂനാ? അച്ഛനാ? നമ്മ തിരിച്ചു പോകുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ലിറ്റിൽ ഇന്ത്യ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവരെ വീട്ടിൽ ലിജിത്തോട്ടൻ്റെ വീട്ടിൽ തന്നെ പോകും. കാരണം നമ്മളെ വന്നിട്ട് കുറച്ച് രാത്രി ആകുമ്പോഴേ നമ്മൾ വീട്ടിൽ പോകും. നമ്മൾ എത്തുമ്പോഴത്തേക്കാണ് രാത്രിയാവും. ഇപ്പം എത്ര സമയമായത്? 5 മണിയായി. തിന്നിട്ടെല്ലാം ആകുമ്പോഴത്തേക്ക് 7 മണിയാവും. എന്നിട്ട് കുറച്ച് ലേറ്റ് ആവും. നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരട്ടെ, നിങ്ങൾ കണ്ടാൽ ഞെട്ടും. നോക്കൂ, ചെമ്പരത്തി പൂവേ ചൊല്ല്. കുറെ ചെമ്പരത്തി ഉണ്ട് കഴിച്ച്, ഞാൻ കാണിച്ചു തരാം. ചെമ്പരത്തി പൂവേ നോക്കൂ, ചെമ്പരത്തി പൂ.
കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. മുസ്തഫയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോകും. അപ്പം ഇന്നിനി വേറെ വിശേഷമൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.